എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വലിയ കാർഡ് കാണിക്കുകയാണ്. ട്രഫാർഗറിലോ ആണെങ്കിൽ ആളുടെ കയ്യിലുള്ള വിബ്രു കാർഡ് അതുമായിട്ട് കാടും മലയൊക്കെ കയറി നടന്ന് ഒരു വിധത്തില് ആളുടെ ടീംമേറ്റ്സിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ നേതാവ് ലോയെ കണ്ട് ഭയങ്കര സന്തോഷം. കരടിക്കുട്ടപ്പനാണെങ്കിൽ ഓടി വന്ന് ലോയെ കെട്ടിപ്പിടിക്കുകയാണ്. വാവ്, വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ആ ഡോഫ്ലമിംഗോ തകർത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതിന് ലോ പറയും അവനെ തകർത്തത് ഞാനല്ല, സാക്ഷാൽ സ്ട്രോഹാർ ലൂഫിയാണ്. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ഹാപ്പിയായി കുശലമൊക്കെ പറയാൻ തുടങ്ങും. അതേസമയം ഇവിടെ ലൂഫിയും വാണ്ടയും അങ്ങനെ എല്ലാ ആൾക്കാരും ആ കിങ്ങിനെ കാണാനായിട്ട് ഒരുമിച്ച് നടന്നു പോവാണ്. അവർക്ക് ചുറ്റുമാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ്, അതാണ് അവർക്ക് ലൈറ്റായിട്ട് വഴി കാണിക്കുക. വാണ്ട ലൈറ്റിനെ കുറിച്ചും ഐലാൻഡിനെ കുറിച്ചും അവൾക്കറിയാവുന്ന എല്ലാ സ്റ്റോറിയും നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും നമ്മുടെ ലൂഫിയെ അവിടെ കാണാനില്ല. അവര് ഷോക്കായി തിരിഞ്ഞു നോക്കും. അപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മുന്തിരി തൈല് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് വലിയൊരു മുന്തിരിക്കൊല. അവൻ സ്ട്രോ ഒക്കെ ഇട്ട് മുന്തിരി ജ്യൂസ് കുടിച്ച് അവരുടെ അടുത്തേക്ക് തിരികെ വരും. വാണ്ട പറയും ഇവിടെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾ ഇവിടെയൊന്നും അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാറില്ല. ഞങ്ങൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ജീവിച്ചത് ആ ഒരു പട്ടണത്തിലായിരുന്നു എന്ന് പറഞ്ഞ് അവളിപ്പോ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുകയാണ്. പട്ടണത്തില് ഞങ്ങൾക്കൊന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു. എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെയാണ് അവിടെ കഴിഞ്ഞത്. ഒരുപാട് മത്സ്യങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്നിങ്ങനെ സമ്പുഷ്ടമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ ആവശ്യമായതെല്ലാം തന്നെ ഈ ഐലാൻഡിൽ ഉണ്ടായിരുന്നു. ഇല്ലാത്തവർക്ക് ഉള്ളവരെ കൊടുത്ത് സഹായിക്കും. അതുപോലെ തന്നെ പണത്തിനു വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ആരും പരസ്പരം മത്സരിക്കില്ല. എല്ലാവരും തുല്യതയോട് കൂടെ തന്നെയാണ് ഇവിടെ ജീവിച്ചതും വളർന്നു വന്നതും എല്ലാം. പക്ഷേ രണ്ടാഴ്ചക്ക് മുൻപെയാണ് എല്ലാം തന്നെ കീഴ്മേലായിട്ട് മറിഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞ എപ്പോഴും ടീമും ഇവിടേക്ക് വന്ന ആ സമയം തന്നെ ബെല്ലുകളെല്ലാം നല്ല ശബ്ദത്തിൽ അടിച്ചു. അത് അവസാനത്തെ മരണമണിയാണെന്ന് ഞങ്ങൾക്കപ്പോ തിരിച്ചറിയാനായില്ല. അവരെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ഗേറ്റൊക്കെ തല്ലി തകർത്ത് അകത്തേക്ക് കയറി. നമ്മുടെ ആൾക്കാരുടെ ദേഹത്തേക്ക് വീണ ആ കൊരങ്ങൻ അവനാണ് അവരെ കണ്ട ആദ്യം ആ റൈഡിംഗ് ബെല്ലടിച്ച് വന്നു. എല്ലാവരും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ് ആദ്യം ഇൻഫർമേഷൻ പാസ് ചെയ്തത്. പക്ഷെ എന്താ, അപ്പോഴേക്കും വന്നവരെല്ലാവരും ചേർന്ന് ഐലാൻഡിലുള്ള ഒരുപാട് പേരെ വെട്ടി വീഴ്ത്തിയിരുന്നു. അവർ നടക്കുന്ന വഴിയിൽ വലിയ വലിയ കാൽപ്പാടുകളൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. മരങ്ങള്, ഞങ്ങളുടെ കൃഷിത്തോട്ടങ്ങള് എല്ലാം തന്നെ അവർ ചവിട്ടി മെതിച്ചാണ് മുൻപോട്ടേക്ക് വന്നത്. അവരങ്ങനെ വരികയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങളുടെ സിറ്റിയിലേക്ക് വന്ന് ഞങ്ങളുടെ സിറ്റിയും അവർ തകർത്തില്ലാതാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ആനയാണെങ്കിൽ ആദ്യമായിട്ട് അൺയൂഷ്വലായിട്ട് അന്നാണ് ബിഹേവ് ചെയ്തത്. മാത്രമല്ല ഐലാൻഡിലേക്ക് വന്നവർക്ക് സത്യത്തിൽ എന്താണ് വേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ ജയന്റ് സൈസിൽ ഉണ്ടായിരുന്നത് മറ്റൊരു ആനയാണ്. അവരുടെ ആക്രമണം അത് ഒരുപാട് കൂടിയപ്പോഴാണ് അവർക്ക് ആവശ്യം റൈസോ എന്ന് പേരുള്ള ഒരു വാരിയർ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ആണ്ട് ആ പേര് പറയേണ്ട താമസം നമ്മുടെ ആൾക്കാർ ഷോക്കാവും. കാരണം സാമുറായും കാഞ്ചറോയും അവരുടെ കൂടെ വന്നത് അവരുടെ ഫ്രണ്ടായ ഇതേ റൈസോയ്ക്ക് വേണ്ടിയാണ്. ആക്ച്വലി അവരിവിടേക്ക് വരുന്ന സമയം റൈസോ ഈ ഐലാൻഡിൽ ഉണ്ടായിരുന്നില്ല. ഐലാൻഡിലുള്ള എല്ലാവരും ചേർന്ന് അവരെ മിരട്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ പോവാതെ ഗ്രാമത്തിലുള്ളവരെ വെല്ലുവിളിക്കും. ഞങ്ങൾ ആ കൈരോട് അസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ആക്രമണങ്ങൾ അയച്ചു വിടുകയാണ്. ആ കൊമ്പൻ തലയനാണെങ്കിൽ തീർത്ത് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഐലാൻഡ് അത് തിരികെ വേണമെങ്കിൽ റൈസോയെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചേ പറ്റൂ. ഒരു അപ്പൂപ്പൻ കൊരങ്ങനാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവരുടെ അടുത്തേക്ക് വരും. ആള് പറയും നിങ്ങൾ ചോദിക്കുന്ന ഒരാളും ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ആർക്കും തന്നെ ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല. നിങ്ങൾ ചോദിക്കുന്ന ആള് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നേനെ. ഇതിൽ അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് ആള് തീർത്ത് പറയും. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവറ്റകളാണെങ്കിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ആന അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗ് അങ്ങനെ അടിച്ച് തകർത്ത് താഴെയിടും. ജനങ്ങൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരെല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ആ സ്റ്റോറി കേട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. വാവ്, അത്രയും വലിയ ആനയെ അതിനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വിഷമിക്കും. അത് കേട്ട് നമ്മുടെ ഉസോപ്പ് യു ആർ അൺബിലീവബിൾ, പുര കത്തുമ്പോൾ തന്നെ നിനക്ക് വാഴ വെട്ടണം അല്ലേ? അവരവരുടെ ഡിസാസ്റ്റർ സ്റ്റോറിയാണ് പറയുന്നത്. സോ അതിന് നീ ഇങ്ങനെ കളിയാക്കാനായിട്ട് പാടില്ല. വാണ്ടാപ്പെണ്ണാണെങ്കിൽ വീണ്ടും അവരുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അവരുടെ
കാലിൽ വീണ് കെഞ്ചി. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാവാതെ ആനയെ ഉപയോഗിച്ച് ഞങ്ങളുടെ ഐലാൻഡ് തകർത്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒരുപാട് തവണ അവരോട് തീർത്തു പറഞ്ഞു അങ്ങനെ ആരും ഞങ്ങളുടെ ഐലാൻഡിൽ ഇല്ല എന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അവനെ കണ്ടെത്തി കൊടുക്കുമെന്നും അല്ലെങ്കിൽ അവർക്ക് തന്നെ പരിശോധിച്ച് അവനെ കണ്ടെത്താമെന്നും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഐലാൻഡിനെ ഈ പരുവത്തിൽ അഹങ്കാരം അതവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതാണ് അവരിവിടെ കാണിച്ചത്. അവരാണെങ്കിൽ സ്ത്രീകളാണെന്നോ കുട്ടികളാണെന്നോ നോക്കാതെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. ഞങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടും. ഉടനെ അതിൽ കൺട്രോൾ പോയ ഒരു ചിന്ന പയ്യൻ അവന്റെ സ്പെഷ്യൽ പവർ അതുപയോഗിച്ച് അവനെ കൊണ്ട് പറ്റും പോലെ അവർ തിരികെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ ഓരോരുത്തരായിട്ട് അവർക്കെതിരെ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാവർക്കും ഷോക്ക് പവർ ഉണ്ട്. അതുപയോഗിച്ച് ഇല്ലന്മാരെ എല്ലാവരെയും അങ്ങനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ആ അപ്പാപ്പൻ പറയും, നിങ്ങൾ എന്ത് കരുതി? ഞങ്ങൾക്ക് തല്ലാനോ കൊല്ലാനോ കഴിവില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യാതിരുന്നത്, ഞങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. ഞങ്ങളുടെ ഈ ഐലാൻഡിൽ ഒരാൾ പോലും വീക്കല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും വീണ്ടും അവന്മാർക്ക് നേരെ അവരുടെ ഫുൾ പവറിൽ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ അവർക്കും കുറച്ച് പേടിയാവും. അപ്പാപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിലവിളിച്ചു പറയും, ഞങ്ങൾ പറയുന്നത് ഇപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ഇവിടെയുള്ള കൊച്ചു കുട്ടികൾ പോലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് പ്രത്യേക പവറൊക്കെ ഉണ്ട്. സോ രണ്ടു കൂട്ടർക്കും ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പൊ നല്ലത്. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തും ഞങ്ങളുടെ ഭാഗത്തും ഒരുപോലെ ലോസ് ഉണ്ടാവും. അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കരുതും പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആരെയും ഞങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അതല്ല ചെയ്തേ മതിയാവുകയുള്ളൂ എന്നാണെങ്കിൽ ഞങ്ങളും നിങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. ആനയാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പിലാവും. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ നിങ്ങൾ വെല്ലുവിളിക്കും. നിങ്ങളുടെ പവർ ഉള്ളവര് മുൻപിലേക്ക് വാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് ആന മുൻപോട്ടേക്ക് നടന്നു വരികയാണ്. അതുമാത്രമല്ല അവർ ഗിഫ്റ്റേഴ്സ് എന്ന് പേരുള്ള മറ്റൊരു ടീമിനെയും അവിടേക്ക് ഇറക്കും. ആ ഗിഫ്റ്റേഴ്സിനെ കണ്ട് ഒരു സെക്കൻഡ് അവർ പേടിക്കും. കാരണം മോൺസ്റ്റേഴ്സിന്റെ മുഖമുള്ള വലിയ ജയൻസ് ഒറ്റകളാണെങ്കിൽ ഇപ്പൊ ജനങ്ങളുടെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്. അപ്പാവൻ പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, അവരുമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവരിപ്പോ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റിനൊടുവിൽ നമ്മുടെ ടീം അവർ തോറ്റു പോവാണ്. സോ അങ്ങനെയാണ് അവർക്ക് അവരുടെ പട്ടണം അത് നഷ്ടപ്പെട്ടതും ഒരുപാട് പേരുടെ ജീവൻ അവിടെ പൊലിഞ്ഞു പോയതും. പിന്നീട് അവർക്ക് അവിടെ താമസിക്കാൻ കഴിയാതെ അവരെല്ലാവരും ഈ കാട്ടിനകത്തെ കോട്ടയിലേക്ക് വന്നു. അവർക്കാണെങ്കിൽ ഇപ്പോഴും അറിയില്ല ആ വില്ലന്മാര് ആരെ അന്വേഷിച്ചാണ് അവിടേക്ക് വന്നതെന്ന്. സാമുറായികളെ അവരവരുടെ ഐലാൻഡിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അവർക്ക് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മിസ്റ്ററി ആണെന്ന് പറഞ്ഞ് വാണ്ട അവൾ വഴിതെളിച്ച് മുൻപോട്ടേക്ക് പോകും. ഈ സ്റ്റോറി എല്ലാം കേട്ടിട്ടും ലൂഫിയുടെ ചിന്ത ആനയെ കുറിച്ച് തന്നെയാണ്. അവരങ്ങനെ മുൻപോട്ടേക്ക് നടന്നു വരുമ്പോൾ ഒരു ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യും. ലൂഫിക്ക് ആണെങ്കിൽ ആ ബ്രിഡ്ജ് കുറച്ച് ഇഷ്ടമാവും. അവൻ ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി തുള്ളാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം പലരുടെയും കൺട്രോൾ പോയി അവരങ്ങനെ ആടി ഒലയാണ്. ഉസോപ്പ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ സീക്രട്ട് ആയിട്ട് പറയും, ഇതുകൊണ്ടാണ് ആ സാമുറായെ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വേണ്ടിയാണ് അവർക്കെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നത്. സോ നമ്മുടെ കൂടെ ഒരു സാമുറായി ഉണ്ടെന്നറിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അതെല്ലാം ചേഞ്ച് ആവും എന്ന് ബ്രൂക്ക് പറയേണ്ട താമസം നമ്മുടെ ലൂഫി അവൻ വിളിച്ചു ചോദിക്കും, നമ്മുടെ ഫ്രണ്ട് സാമുറായി അവൻ ഇതുവരെ ഈ ഐലാൻഡിലേക്ക് വന്നില്ലേ? അവന്റെ ഫ്രണ്ട് അവൻ ഈ ഐലാൻഡിൽ ഉണ്ടാവും എന്നല്ലേ അവൻ പറഞ്ഞേ? ലൂഫി അത് പറയേണ്ട താമസം ബ്രൂക്കും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഷോക്കാവുകയാണ്. ആണ്ടയാണെങ്കിൽ അത് കേട്ട് ഷോക്കായി നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.